വിജയ് പേരമ്പൂരിൽ മത്സരിക്കണമെന്ന പ്രമേയം പാസാക്കി ടി.വി.കെ. തൊഴിലാളികളായ സാധാരണ ജനത ഏറെയുള്ള പേരമ്പൂർ വിജയ് ഫാൻസിന്റെ പ്രധാന കേന്ദ്രം. കഴിഞ്ഞ 2 തവണയും 1.5 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് DMK ജയിച്ച തട്ടകം പിടിക്കാൻ വിജയ്. മണ്ഡലത്തിൽ 40,000 പ്രവർത്തകർ പ്രചാരണത്തിന്. മുന്നണിയുടെ കരുത്തു വർദ്ധിപ്പിക്കാൻ സ്റ്റാലിൻ നീക്കം നടത്തുന്നു. പേരമ്പൂർ പിടിച്ചാൽ ടി.വി.കെയുടെ വളർച്ച തടയുക പ്രയാസം. തമിഴ് രാഷ്ട്രീയത്തിൽ പുത്തൻ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും അദ്ദേഹം മത്സരിക്കാൻ പോകുന്ന മണ്ഡലത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രി കഴകം പ്രവർത്തകരുടെ നിർണായക യോഗത്തിലാണ് വിജയ് ചെന്നൈയിലെ പേരമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന സൂചനകൾ പുറത്തുവന്നത്. ടി.വി.കെയുടെ മുതിർന്ന നേതാക്കളായ ബുസി ആനന്ദ്, സെങ്കോട്ടയ്യൻ, ആദവ് അർജുന എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ വിജയ് പേരമ്പൂരിൽ മത്സരിക്കണമെന്ന പ്രമേയം പാസാക്കി. ടി.വി.കെ നേതാക്കളിൽ പ്രമുഖനായ ആദവ് അർജുനയാണ് പ്രമേയം അവതരിപ്പിച്ചത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണ് പേരമ്പൂർ. തൊഴിലാളി വർഗത്തിന് മേധാവിത്വമുള്ള ഈ മണ്ഡലത്തിൽ വിജയുടെ സാന്നിധ്യം പാർട്ടിക്ക് വലിയ ഊർജം നൽകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2021-ൽ DMK 55,000-ഓളം വോട്ടിന് ജയിച്ച മണ്ഡലമാണ് പേരമ്പൂർ. കഴിഞ്ഞ 2 തവണയും 1.5 ലക്ഷത്തിലേറെ വോട്ടിന് DMK ജയിച്ച മണ്ഡലമായ പേരമ്പൂരിൽ 40,000-ലേറെ പ്രവർത്തകരുള്ളതിന്റെ ആത്മവിശ്വാസം ടി.വി.കെ നേതൃത്വത്തിനുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലും വിജയ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ വേളാച്ചേരി, വിരുകമ്പാക്കം സീറ്റുകളും വിജയ്ക്കായി ടി.വി.കെ പരിഗണിച്ചിരുന്നു. ചെന്നൈയിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് സാധാരണക്കാരും തൊഴിലാളികളും ഏറെയുള്ള പ്രദേശമാണ് പേരമ്പൂർ. വിജയുടെ സിനിമകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരിടം കൂടിയാണിത്. സാധാരണക്കാരെയും യുവാക്കളെയും ലക്ഷ്യം വെച്ചുള്ള തന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ഡലം പേരമ്പൂർ ആണെന്ന് പാർട്ടി നേതൃത്വം കരുതുന്നു. തമിഴക വെട്രി കഴകത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്ന നിലയിൽ സുരക്ഷിതമായ ഒരു സീറ്റ് വിജയ്ക്കായി കണ്ടെത്തുക എന്നതും പാർട്ടിക്ക് അത്യാവശ്യമായിരുന്നു. വിജയ് നേരിട്ട് മത്സരിക്കുന്നു എന്ന വാർത്ത വന്നതോടെ പേരമ്പൂർ മണ്ഡലത്തിലെ ടി.വി.കെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. മണ്ഡലത്തിലെ ഓരോ വീടുകളിലും പാർട്ടിയുടെ സന്ദേശം എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവർ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളായ DMK-യും AIADMK-യും ആധിപത്യം പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണിതെങ്കിലും വിജയുടെ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് അനുയായികൾ. പേരമ്പൂരിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുന്നത് വഴി ചെന്നൈയിലെ മറ്റ് മണ്ഡലങ്ങളിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടുന്നു. യുവാക്കൾക്കും സാധാരണക്കാർക്കും മുൻഗണന നൽകുന്ന രീതിയിലുള്ള പ്രകടന പത്രികയും പ്രചാരണ പരിപാടികളുമാണ് ടി.വി.കെ ആസൂത്രണം ചെയ്യുന്നത്. വിജയുടെ ഈ പ്രഖ്യാപനം തമിഴ്നാട്ടിലെ നിലവിലെ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. താരപദവി രാഷ്ട്രീയ വിജയമായി മാറുമോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടെങ്കിലും വിജയ് ഉയർത്തുന്ന ഭീഷണി നിസ്സാരമായി കാണാൻ ആരും തയ്യാറല്ല. പേരമ്പൂരിൽ വിജയ്ക്കെതിരെ കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ മുന്നണികൾ ആലോചിക്കുന്നുണ്ട്. നടൻ വിജയകാന്തിന്റെ പാർട്ടിയെ മുന്നണിയിലെത്തിച്ചും AIADMK-യിൽ നിന്ന് പുറത്തായ OPS വിഭാഗത്തെ ഒപ്പം ചേർത്തും സ്റ്റാലിൻ DMK സഖ്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നത് വിജയ് വലിയ വെല്ലുവിളിയാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ്. വിജയ് നേരിട്ട് മത്സരിക്കുന്നു എന്ന സൂചന വന്നതോടെ പേരമ്പൂർ മണ്ഡലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആരംഭിച്ചു. ഓരോ വീടുകളിലും നേരിട്ടെത്തി പാർട്ടിയുടെ ആശയങ്ങൾ എത്തിക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം. നിലവിൽ DMK, AIADMK എന്നീ പ്രബല കക്ഷികൾക്ക് വേരോട്ടമുള്ള മണ്ഡലമാണെങ്കിലും വിജയ് എന്ന ബ്രാൻഡിന് മുന്നിൽ മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങൾ തകരുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനുയായികൾ.